അഡിക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, പുകവലി എന്നിവയ്ക്കെല്ലാം അഡിക്റ്റഡ് ആവുന്ന മനുഷ്യരുണ്ട്. ഒരു വസ്തുവിനോടോ ഒരു കാര്യത്തോടോ അമിതമായ ആസക്തി ഉണ്ടാകുന്നതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സെക്സ് അഡിക്ഷനെ കുറിച്ചാണ്. സെക്സ് എന്നത് എല്ലാ ജീവജാലങ്ങളുടെയും, പ്രത്യേകിച്ച് മനുഷ്യരുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു നീഡാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് താനും. എന്നാൽ അതിന് അഡിക്റ്റ് ആവുന്നത്, അതിലേക്ക് ആസക്തി ഉണ്ടാക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ് സെക്സ് അഡിക്ഷൻ. അത് വ്യക്തിയുടെ ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, വ്യക്തിബന്ധങ്ങൾ, ജീവിത നിലവാരം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഒബ്സസീവ് ആയിട്ടുള്ള സെക്ഷൽ തോട്ട്സ്, അതായത് നിരന്തരമായിട്ടുള്ള ലൈംഗിക ചിന്തകൾ വരുന്നതാണ് സെക്ഷൽ അഡിക്ഷന്റെ പ്രധാനമായിട്ടുള്ള കാരണം. എക്സസീവ് ആയിട്ടുള്ള സെക്ഷൽ തോട്ട് ഉണ്ടാവുകയും, അതായത് നിരന്തരമായിട്ടുള്ള ലൈംഗിക ചിന്തകൾ വരികയും അതുമൂലം സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അത് കാരണം ദൈനംദിന ജീവിതത്തിലെ ജോലികൾ പോലും മാറ്റിവെച്ച് ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് അവർ പോകുന്നു. ഇത് ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. സെക്സിനെ കുറിച്ചുള്ള അമിതമായ ചിന്തകൾ, പ്രേരണകൾ എന്നിവയിലുള്ള നിയന്ത്രണമില്ലായ്മയാണ് സെക്സ് അഡിക്ഷനെ നിർവചിച്ചിരിക്കുന്നത്. സെക്സ് അഡിക്ഷൻ ഉള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഒന്നാമതായി, സെക്സിലുള്ള അമിതമായ ആവേശമാണ്. സെക്സ് പരമായിട്ടുള്ള സിനിമകൾ കാണുക, ഫോണോഗ്രാഫി, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണമാണ്. രണ്ടാമതായി, സെക്സ് ടോയ്സ്. ഇന്ന് വിപണിയിൽ ഒരുപാട് സെക്സ് ടോയ്സുകൾ, ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സെക്സ് ടോയ്സുകൾ ലഭ്യമാണ്. അത്തരം കാര്യങ്ങൾ വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇവരുടെ പ്രധാന ഹോബിയാണ്. മൂന്നാമതായി, അസ്വസ്ഥമായിട്ടുള്ള ലൈംഗിക ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സെക്സിന് വേണ്ടി സമയം ചെലവഴിക്കുക, ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യുക, പാർട്ട്ണറെ വഞ്ചിക്കുക, റിസ്കി ആയിട്ടുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ സെക്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് സ്വയംഭോഗം. അമിതമായ സ്വയംഭോഗം സെക്സ് അഡിക്ഷന്റെ പ്രധാന ലക്ഷണമാണ്. അസ്വസ്ഥമായ ലൈംഗിക ജീവിതം. ഒരു ബന്ധത്തിൽ തന്നെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ഇവർക്ക് കഴിയില്ല. പല ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലം തന്നെ അസ്വസ്ഥമായ ഒരു ജീവിതമായിരിക്കും ഇവർ നയിക്കുന്നത്. മറ്റൊന്ന്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക. തന്റെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുമായി കൂട്ടുകൂടുകയും അവരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് സെക്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മാനസിക വൈകൃതമാണ്. ഇത്തരം പ്രവർത്തികളെല്ലാം ഇവർക്കുള്ളതുകൊണ്ട് തന്നെ കുടുംബജീവിതം അസ്വസ്ഥമായിരിക്കുകയും പാർട്ട്ണറുടെ അതൃപ്തി നേടുവാനും അവിടെ ബന്ധങ്ങളിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. കള്ളങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാകുന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധം ഇവർക്കുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്നും പിൻവാങ്ങാൻ പറ്റുന്നില്ല. അതുമൂലം തന്നെ അവർക്ക് സ്ട്രെസ് ഉണ്ടാവുകയും അതുവഴി ഡിപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സെക്സ് അഡിക്ഷനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ മാറ്റിയെടുക്കാം, എന്താണ് അതിന്റെ സൊല്യൂഷൻ? വിദഗ്ധരായിട്ടുള്ള ഒരു സെക്സോളജിസ്റ്റിന്റെയോ സെക്സ് തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെയോ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സൈക്കോഡൈനാമിക് തെറാപ്പി, EMDR, ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, കപ്പിൾ കൗൺസിലിംഗ് എന്നിവയിലൂടെ സെക്സ് അഡിക്ഷനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും.
കൂടാതെ ഒഴിവു സമയങ്ങളിൽ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും കൂടെ ചെലവഴിക്കുക. എക്സസൈസിലും സ്പോർട്സിലും ആക്റ്റീവ് ആവുക. ഒഴിവു സമയങ്ങളിൽ വായന, സംഗീതം, ചിത്രരചന എന്നിവയിൽ ഏർപ്പെടുകയും പുതിയ ഹോബീസിനെ ഡെവലപ്പ് ചെയ്യുകയും മെഡിറ്റേഷനും ധ്യാനവും ശീലമാക്കുകയും ചെയ്യുക. മെഡിറ്റേഷനും ധ്യാനവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാനും നിങ്ങളുടെ മോശം ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുവാനും സഹായിക്കും. ടേക്ക് കെയർ.